എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഡിസൈനും പടം പിന്നെ കെട്ടിടം കെട്ടാനുള്ള കഴിവ് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് വേറെ വർക്ക് ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു? രാജിവെച്ചു ധൈര്യമായിട്ട്. വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായി, ഭയങ്കര പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ എനിക്ക് മദ്രാസ് കോർപ്പറേഷൻ ജോലി കിട്ടി, ടൗൺ പ്ലാനിങ്, അവിടെ ടൗൺ പ്ലാൻ സെക്ഷനിൽ. അത് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ പോകണ്ട, നീ പോകരുത്, കാരണം നീ ജോലി ഉറക്കത്തില്ല, എൻ്റെ സ്വഭാവം ശരിയല്ല. അങ്ങനെ ചേട്ടന്മാർ പറയും, എൻ്റെ സ്വഭാവം ശരിയല്ല. അതെ, നമ്മൾ കുറ്റമല്ലേ പറയൂ, എൻ്റെ സ്വഭാവം ശരിയല്ല, നീ നന്നാവില്ല, നീ പോകില്ല, വേണ്ട. ഇവിടെ അപ്പം ചേട്ടന് പാരൽ കോളേജുണ്ട്, നീ പാരൽ കോളേജ്, നീ ഞാൻ ഹൈക്കോടതിയിലേക്ക് പ്രാക്ടീസ് പോയി, നീ ഇവിടെ പാരൽ കോളേജ് നടത്തും, അപ്പോൾ എനിക്ക് പാട്ട് എഴുതാമല്ലോ, എന്ത് വേണം ചെയ്യുന്നത്, പാലക്കാട് എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ എന്ത് വേണം ചെയ്യാമല്ലോ. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ പോകുന്നത് എന്താ പറയുക, മദ്രാസ് അല്ലേ സിനിമയുടെ ലോകം. മദ്രാസ് കോർപ്പറേഷൻ ജോലി നോക്കിയാൽ അവർ തമിഴന്മാരാ, അറിയത്തില്ല മലയാളത്തിൽ പാട്ട് എഴുതാൻ. എൻ്റെ വിചാരം പറയാം. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം, പാട്ട് എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ രാവിലെ ജോയിൻ ചെയ്യുന്നു, വൈകിട്ട് ഞാൻ രാജിവെച്ചു. കാരണം എൻ്റെ സീനിയർ ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ്റെ മുഖത്തൊക്കെ ഒരു കാര്യമില്ല പറഞ്ഞു, ആൾ മലയാളീസ് ആർ അരഗന്റ് പീപ്പിൾ, യു ഷുഡ് ബി ഡിഫറൻറ്റ്. മലയാളിക്ക് പെരുമാറണം കേട്ടോ, മനസ്സിലായി? മലയാളിൽ എന്ന എല്ലാ അഹങ്കാരികളും അരഗന്റ് പീപ്പിൾ. ഞാൻ യു ഷുഡ് വിത്ഡ്രോ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. There are arrogant people among Tamilians also. Arrogance is not supplied to one community or one state. Everywhere there is human good souls and bad souls everywhere, in every language, every state. പറഞ്ഞു തെറ്റി, പിന്നെ ജോലി ചെയ്യാൻ പറ്റുമോ? അറിയിപ്പോന്നു. അപ്പം രാവിലെ റിപ്പൺ ബിൽഡിങ്സിൽ കയറി ഭയഭക്തി വിമാനങ്ങളുടെ ജോയിൻ ചെയ്തു. വൈകിട്ട് 5:30 മണിക്ക് റിപ്പൺ ബിൽഡിങ്സിൽ ഇറങ്ങി വന്ന് ഒരു ലോഡ്ജ് റൂം എടുത്തിരുന്നു. അവിടെ കിടന്ന് ആലോചിച്ചു എങ്ങനെ ചേട്ടനായിട്ട് തിരിച്ചു പോകും. ചേട്ടൻ പറഞ്ഞാൽ നീ പോകേണ്ടത്. അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു എടുത്തിരിക്കും. ചേട്ടൻ പറഞ്ഞു ഇഷ്ടം പോലെ ഫീസ് വന്ന പൈസ കിടപ്പുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ എടുത്തോണ്ട് പോകും. കുറേ മദ്രാസിൽ തണ്ടാൻ പോകില്ലേ, ചേട്ടന്മാരുടെ ഡയറിയല്ലേ, മദ്രാസിൽ തണ്ടാൻ പോകില്ലേ, ഫീസ് കൊടുത്തോണ്ട മാനേജറിക്കുന്ന എത്ര പൈസ വേണമെങ്കിലും നല്ല ലോൺ കൊണ്ടുപോയി, അതൊക്കെ അവിടെ കഴിയണ്ടേ, ഹോട്ടലിൽ കൊടുക്കണ്ടേ, എടുത്തോണ്ട് പോകും. ഞാൻ പക്ഷേ ചേട്ടൻ എനിക്ക് പറഞ്ഞുകൊണ്ട് 2 100 രൂപ എടുത്തു. 2 100 രൂപ. അന്ന് 100 രൂപ ഇന്നത്തെ വലിയത്, വലിയ നോട്ടാണ്, മൂല്യം കൂടുതലാണ്. അതെ, വളരെ. അന്ന് 150 രൂപയുണ്ട് പവനുള്ളൂ. 200 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം പിന്നെ 1.5 പവനാണ്. അതെ, 1.5 പവന്റെ വിലയാ. അത്രയും ഇന്നത്തെ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതല ഇന്നത്തെ വില. ഈ ഭാസ്കര മാഷിന്റെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ വീട് പണിയാൻ പറയുന്നത് കാക്കത്തമ്പുരാട്ടി എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതാനായിട്ടാണ്. എന്നെ നോവൽ അദ്ദേഹം സിനിമയാക്കി. അങ്ങനെ പരിചയപ്പെട്ട ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ എടുക്കും തമ്പി ഇവിടെ എഴുതാൻ. അതിൻ്റെ അർത്ഥം ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയത്തില്ല. എൻ്റെ പാസ്റ്റ് ഇഷ്ടമെന്ന് നേരത്തെ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നതായിട്ട് അർത്ഥം ഇങ്ങനെയാണ്. വായിച്ച കൊള്ളാം, നന്നായിരിക്കുന്ന പറഞ്ഞില്ല. ക്ലൈമാക്സ് നമുക്കൊന്ന് ചർച്ച ചെയ്യണം കേട്ടോ. ക്ലൈമാക്സ് ചെറിയൊരു മാറ്റം നമുക്ക് ഇഷ്ടമുണ്ടോ മതി, നമുക്ക് ചെയ്യാം. പിന്നെ പോക്കറ്റ് 100 രൂപ എടുത്തു, ഇത് കഴിച്ചു. ഞാൻ എന്തിനു സാർ, എനിക്ക് പൈസ തന്നു പ്രൊഡ്യൂസേഴ്സ്, ഇത് ഞാൻ തരുന്ന അഡ്വാൻസ്, എൻ്റെ 100 രൂപ ഉള്ളൂ, ഞാൻ തരുന്ന അഡ്വാൻസ് ഉണ്ട്, എൻ്റെ അടുത്തോടെ തമ്പി കയറും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വിളിക്കുന്ന പടത്തിൽ വീടിക്ക് അങ്ങനെയൊക്കെ എഴുതുന്നത്. ഇതൊക്കെ എൻ്റെ ആത്മകഥയിലുണ്ട്. വീട് പണിയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് മദ്രാസിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് താമസിച്ച സമയത്ത് എനിക്ക് നസീർ സാറിനെ പരിചയമുണ്ട്. ആ നാട്ടിൽ വന്ന പല സമയം എനിക്ക് പരിചയം. അദ്ദേഹത്തെക്കുറിച്ചൊരു ഈ മുറപ്പനെ കുറിച്ചൊരു റിവ്യൂ എഴുതിയിരുന്നു ഞാൻ. അദ്ദേഹം സിനിമയെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ ആ റിവ്യൂ ഞാൻ ബാലൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് വളരെ ചേഞ്ചാണ് നസീറിൻ്റെ കഥാപാത്രം, അത് നന്നായി ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞ് വെറും പിന്നെ മരഞ്ഞൂറ്റോട്ടം അല്ല, നന്നായി റോൾ അഭിനയിക്കാനും നസീറിന് കഴിയുമെന്നൊക്കെ എഴുതിയിരുന്നു. അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അദ്ദേഹം കോഴിക്കോട്ട് വന്നപ്പോൾ എന്നെ വിളിച്ചു, ഞങ്ങൾ പോയി കണ്ടു. നേരത്തെ ഞാൻ പുള്ളിക്ക് ആരാധനായിട്ട് കത്തയച്ചിട്ടുണ്ട്, എന്നെ അറിയാൻ പുള്ളിക്ക്. ഞാൻ ഫോട്ടോ ചോദിച്ച് കത്തയച്ചിട്ടുണ്ട് പ്രീ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ. അപ്പം അങ്ങനെ നസീർ സാറിനെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ കാണാൻ ചെന്നപ്പോൾ നസീർ സാർ അന്ന് താമസിക്കുന്നത് TS മുത്തയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട്. ക്യാൻ യു ഇമാജിൻ? ഒരു സൂപ്പർ താരം. TS മുത്തയുടെ സ്വന്തം വീടല്ലേ. TS മുത്തയുടെ അന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. TS മുത്തയെ എടുത്ത വാടക വീട്ടിൽ അന്ന് TS മുത്ത 10-100 വാടക അഭിനയിച്ചു കഴിഞ്ഞു തമിഴിൽ മലയാളത്തിൽ. അപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ ഒരു മുറി നസീർ സാറിനാണ് അവിടെ അദ്ദേഹം താമസിക്കുന്നത്. അപ്പം നസീർ സാറിനെ കാണാൻ നസീർ സാറിന് എനിക്ക് അഡ്രസ്സ് വന്നിട്ടുണ്ട്, ഈ പുതുപ്പേട്ട കാണുന്ന സ്റ്റേറ്റ്. അപ്പം ഞാൻ നസീർ സാർ ഏതായാലും മദ്രാസ് പോയി നസീർ സാറിന് കണ്ടേക്കാം. അതേ പ്രിയതം അദ്ദേഹം നായകൻ, ഞാൻ പാട്ട് എഴുതി കഴിഞ്ഞു. പ്രിയതമല്ല അദ്ദേഹം നായകനായിരുന്നു. അപ്പം ഞാൻ 2 പാട്ട് പാട്ട് എഴുതിയൊക്കെ നസീർ സാറിന് അറിയാം. ഞാൻ അപ്പോൾ അവിടെ വന്ന് ചോദിച്ചു. അപ്പോൾ നസീർ സാർ ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് മുത്തയ്യ സാർ ഇറങ്ങി വന്നത്, അദ്ദേഹം വീടല്ലേ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നസീർ നോട്ട് ഹിയർ, ഈസ് ഗോൺ ഫോർ ഔട്ട്ഡോർ ഷൂട്ടിംഗ് കേരള, ഹി വിൽ കം ആഫ്റ്റർ 15 days. ഞാൻ തിരിച്ചു നടന്നു പുള്ളി ഹു അറിയൂ, എന്താ ആരാണ് എനിക്ക് മനസ്സിലായില്ല. നസീർ വന്നാൽ എന്ത് പറയണം? ഞാൻ ശ്രീകുമാരൻ തമ്പി ആൾ വന്നു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പാട്ടെഴുതും, 2 പടങ്ങളിൽ പാട്ടെഴുതി,
പെട്ടെന്ന് മുത്തയ്യ സാറ് ഏത് പടങ്ങൾക്കാണ് പാട്ട് എഴുതി? കാട്ടുപോലിക്ക പ്രിയതമ. അപ്പോൾ ബിർലാൻ സ്റ്റുഡിയോയുടെ പടം രണ്ടും ബിർലാൻ സ്റ്റുഡിയോയിലാണ് മുത്തയ്യ വളരുന്നത്, നടനാവുന്നത് ആദ്യകാലത്ത്. അപ്പോൾ പ്രിയതമ രണ്ടും ബിർലാൻ്റെ പടമല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടില്ല പ്രിയതമ പടം. പെട്ടെന്ന് പൂവായി പിരിഞ്ഞതെല്ലാം കായാകുമോ എന്ന പാട്ട് നിങ്ങൾ എഴുതണം. അതെ, അത് വളരെ നല്ല പാട്ടാണ്. പൂവായി പിരിഞ്ഞതെല്ലാം കായാകുമോ, കായായി വിളഞ്ഞതെല്ലാം കനിയാകുമോ, മണ്ണിൽ കുരുത്തതെല്ലാം മല ചൂടുമോ, മനസ്സിൻ്റെ സുപ്പരമെല്ലാം നിലനിൽക്കുമോ. വാ ഇരിക്കും. അപ്പം എന്നോട് പറഞ്ഞു ഞാനൊരു പടം എടുക്കുക, ഇതാണ് അവസരങ്ങൾ. ഞാൻ നിസ്സാരം കാണാൻ പോയത്, മുത്തയ്യ സാറെ കാണുന്ന എനിക്ക് പ്രതീക്ഷയില്ല. അതൊക്കെയാണ് കാലം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ എത്തണമെന്ന് കാലം തീരുമാനിക്കുന്നു. 3 കഥകൾ ഒരു പടം, അത് അന്തോളജി. വിക്ടോറിയ ഡീസിക്കാണ് എസ്റ്റഡി ടൂനെ ചുമാറ കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ശ്രീകൃഷ്ണൻ SD കോളേജ് പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണയിൽ ഇംഗ്ലീഷ് പടം മോർണിംഗ് ഷോ വരും. മോർണിംഗ് ഷോ കണ്ടിട്ടുണ്ട്. പഥേർ പചാരിക്ക് അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടോ. അതുപോലെ പരസ്പര ബന്ധമില്ലാത്ത 3 കഥകൾ, ഇത് 3 ചേർന്നൊരു സിനിമ. അങ്ങനെ അതിലൊന്നൊരു പ്രണയകഥയാണ്, അതിൽ മാത്രമേ പാട്ടുള്ളൂ. പിന്നെ ഒന്നൊരു കോമഡിയും ഒന്നൊരു സസ്പെൻസുമാണ്. പ്രണയകഥയിൽ മാത്രമേ പാട്ടുകളുള്ളൂ. പക്ഷേ 8,000 to 9,000 ഫീറ്റ് പടം കാണും, അതിനകത്ത് 8 പാട്ട് വരും പുള്ളി പറഞ്ഞു. ഇതൊരു 4 പാട്ട് ഭാസ്കരനെ കൊണ്ട് 4 പാട്ട് വയലാറിനെ കൊണ്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു പാട്ട് നിങ്ങളെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ശരി വളരെ താങ്ക് യു സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ടിന് എന്നെ വിളിച്ച മുത്തയ്യ സാറുണ്ട്. ആ പ്രണയകഥ മുഴുവൻ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. അതിൽ 8 പാട്ട് ഞാൻ എഴുതി. എന്തുകൊണ്ട്? ആ പാട്ടുകൾ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട്. അത് ഞാൻ പറഞ്ഞത് ഞാൻ എവിടെയും വന്ന് ശുപാർശ കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രമാണ്. അല്ല, ഞാനിപ്പോൾ കാക്കത്തം റേറ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞാൻ കാക്കത്തം അദ്ദേഹം എൻ്റെ നോവൽ സ്ക്രിപ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം അദ്ദേഹം പറയും തമ്പി ഇങ്ങനെ വീടൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ 2-3 വീട് വെച്ച് കഴിഞ്ഞു. എനിക്കൊരു വീട് വെച്ച് തരാം. എനിക്ക് പുതിയ വീട് തന്നെ പഴയ വീടത്തേയും വാങ്ങി, അത് മൺവീടാണ്. അതൊന്ന് റീമോഡൽ ചെയ്യണം, മൊത്തം മാറ്റണം. അത് ഒരു സ്ട്രക്ചർ ഞാൻ മാറ്റി കൊടുത്തു, ഡിസൈൻ മൊത്തം മാറ്റി, ഫ്രണ്ട് ഫുള്ള് മാറ്റി. അത് നമ്മുടെ STH എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞാൻ പി ഭാസ്കരനെ കാണാൻ ചെന്നപ്പോൾ ശ്രീകുമാരൻ ചെയ്ത മനോഹരമായ വീട് എഴുതിയിട്ടുണ്ട്. അതൊരു ക്രെഡിറ്റ് STH എന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ SA നായർ എന്ന് പറയുന്ന ചിത്രകാരൻ, നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ, അദ്ദേഹത്തിൻ്റെ ഒരു 4 കെട്ടിടം ഞാനാണ് കിട്ടിയത്. പിന്നെ മദ്രാസ് ഇത്തോപ്പർസിൻ്റെ ഫാക്ടറി, പിന്നെ സിനിമയെ ബന്ധപ്പെടാൻ മാസ്റ്റർ വീട്, പിന്നെ KP കൊട്ടാരക്കരുടെ വീട് റെനോവേറ്റ് ചെയ്തു. പിന്നെ അതുകൂടാതെ പ്രൈവറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ ധാരാളം വീടുകൾ. സീസൺ ഒരു പ്രത്യേക സിനിമയായിരുന്നു. അതിനകത്ത് പത്മനാഭൻ സാറിൻ്റെ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴുകും തെന്നലേ, ഭൂമിഗീതമേ, യാത്ര പോയവരെങ്ങാനും കണ്ടു. പത്മനാഭൻ സാറിൻ്റെ ശബ്ദമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു സീസണിലെ പാട്ട്. മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ. അതിന് രാജൻ്റെ ശബ്ദം വളരെ പിന്നെ പ്രകീർത്തിക്കപ്പെട്ട ശബ്ദമാണല്ലോ. കാരണം ആകാശവാണി ആളുകൾ ശ്രദ്ധിച്ച ശബ്ദമാണ്. പിന്നെ അത് പത്മരാജൻ ബേസ് വോയിസിലെ പറയും. ബേസ് വോയിസ് നല്ല ഡെപ്ത് വരും. അതെ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ പാട്ട് പാടും പത്മരാജൻ പാടും. പത്മരാജന് എൻ്റെ പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, കൗമാരപ്രായത്തിൽ. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നാടകം അവതരിപ്പിക്കും. അപ്പോൾ ഞാൻ പാട്ട് എഴുതും, പിന്നെ പത്മരാജൻ ട്യൂൺ ചെയ്യും. അപ്പോൾ ആദ്യമായി ട്യൂൺ വെച്ച് എന്നെ കൊണ്ട് പാട്ട് എഴുതിച്ചു പത്മരാജനാണ്. അപ്പോൾ ഞാൻ ശീർഷകമില്ലാത്ത കവിതകൾ എന്ന പേരിൽ ഒരു പുസ്തകം, ഗദ്യകവിത പുസ്തകം ഉണ്ട് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗദ്യത്തിൽ ഒരു കവിത നമുക്ക് അത് സിനിമയിൽ ഞാൻ പറയാം. അങ്ങനെ പത്മനാഭൻ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തു. ഞാൻ അത് ശരിയാവില്ല, അത് സിനിമയിൽ നന്നായിരിക്കും, രാജൻ്റെ ശബ്ദം നല്ലതാണ്, കേൾക്കുമ്പോൾ രസമായിരിക്കും, പക്ഷേ പാട്ടായിട്ട് റേഡിയോ വരില്ല, ആരും ആവശ്യപ്പെടില്ല. ഞാനും ഇളയരാജയും ചേരുന്നൊരു പടം തന്നെ പാട്ടുകൾ ജനങ്ങൾ പ്രതീക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. പക്ഷേ പത്മനാഭനിൽ ഉറച്ചു നിന്ന് അങ്ങനെ മതി. പിന്നെ രാജൻ പറഞ്ഞ പോലെ ഞാൻ ഗദ്യകവിത എഴുതി. പോയി വരൂ എന്നുള്ള 2 വാക്കുകൾ മാത്രം ഈണത്തിൽ വരും. പോയി വരൂ എന്നുള്ള 2 കേട്ടുക. അത് ഇളയരാജയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഡയറക്റ്റ് ഉങ്ക ഇഷ്ടപ്പെടി എന്ന് പറഞ്ഞു. പുള്ളിക്കും പാട്ട് പോരെ ചോദിച്ചു. അത് പാട്ടിൻ്റെ രീതി കുറച്ച് മാറ്റിയാൽ പോരുന്ന പുള്ളി ചോദിച്ചു. പക്ഷേ നന്നായിരുന്നു അത്. രാജൻ നന്നായി പറഞ്ഞു. പിന്നെ രാജൻ്റെ ശബ്ദത്തിൻ്റെ ഭംഗി എല്ലാം ചേർന്ന് നന്നായി.
വ്യത്യസ്തമായ ഒരു സിനിമയും കൂടെയായിരുന്നു. അല്ല, സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പത്മരാജൻ അതും എടുത്ത സിനിമയല്ല, വ്യത്യസ്തമായ സിനിമയായിരുന്നു. കാരണം അത് ആക്ഷൻ സിനിമയായിരുന്നു. അതെ. അതിന് പിന്നെ സാധാരണ മറ്റുള്ളവരുടെ ആക്ഷൻ ചിത്രത്തിന് നിലവാരം കുറയാതിരിക്കാൻ പത്മരാജൻ വളരെ ബുദ്ധിപൂർവ്വം അതിന് നമ്മുടെ കോവളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നു. അവിടുത്തെ കള്ളക്കടത്തും അവിടുത്തെ ജീവിതവും അങ്ങനെ കൊണ്ടുവന്നു. അത് നന്നായി വന്നു കംപ്ലീറ്റ്. സാർ, ഒരുപാട് പാട്ടുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ നമ്മൾ വിട്ടിട്ടുണ്ട്. സമയക്കുറവുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെ ഇഷ്ട ഗാനങ്ങളൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ദയവായി ക്ഷമിക്കണം. എൻ്റെ ഉള്ളിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ സാറിനോട് സംശയം ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് കുറച്ച് നീളത്തിൽ നമ്മൾ സംസാരിച്ചു എന്നേ ഉള്ളൂ, അതിന് ക്ഷമിക്കുക. സാർ, ഇപ്പോൾ പല നിരൂപകരും ഒക്കെ എഴുതാറുണ്ട്. ഇപ്പോൾ ശാരദ കുട്ടി സാറിനെ കുറിച്ച്, സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച്, സാറിൻ്റെ ചുംബന പാട്ടുകളെക്കുറിച്ചും ഒക്കെ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം നിരൂപണങ്ങളൊക്കെ വായിക്കുമ്പോൾ സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കവിതയുടെ സ്ട്രക്ചർ പഠിപ്പിക്കാനായിട്ട് ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ എൻ്റെ പാട്ട് എടുത്തു എന്ന് ഡോക്ടർ ശാരദക്കുട്ടി പറയുന്നുണ്ട്. അത് വലിയൊരു ക്രെഡിറ്റ് അല്ലേ എനിക്ക്. കാരണം ഒരു സിനിമാ ഗാനം, കവിതയുടെ സ്ട്രക്ചർ പഠിപ്പിക്കാൻ ഒരു സിനിമാ ഗാനം എടുത്തു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമല്ലേ. ഇഷ്ടമാണ് നമ്മുടെ കവിത, പാട്ടും കവിതയും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തത്, ഏത് കവിക്കും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടും. പക്ഷെ അതേ സമയത്ത് പിന്നെ നമ്മളുടെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ വിശദമായി പറഞ്ഞത് രജനീഷ് മനസ്സിലായി. ഞാൻ വളരെ സൂക്ഷ്മഭാവത്തിൽ എഴുതുന്നവനാണ്. ഇപ്പം അതിന് ബാഹ്യമായൊരു അർത്ഥം ഉണ്ടാവും, അതിന് മറ്റൊരു അർത്ഥതലം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും എൻ്റെ ഗാനം ആസ്വദിക്കാൻ കഴിയൂ. മനസ്സിലായില്ലേ? ഇപ്പം താമരപ്പൂ നാണിച്ചു, നിന്റെ തങ്കവിഗ്രഹം ജയിച്ചു, പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീയായി പോവായി വിടരൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൽ മാത്രം പൊയ് എങ്ങനെ പറയും? പൊയ്ക്ക് സംസാരിക്കാൻ പറ്റും, അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അപ്പം അതുകൊണ്ട് അവിടെ താമരപ്പൂ നാണിച്ചു, എന്തുകൊണ്ട് നാണിച്ചു താമരപ്പൂ? അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഗാനത്തിൽ നമ്മൾ അങ്ങനെ വേണം വരാൻ. ഒരു എസ്റ്റിമേറ്റ് നടത്തിയിട്ട് ആ എസ്റ്റിമേറ്റ് എന്തുകൊണ്ട് വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം, മാത്രമേ എൻ്റെ പാട്ടുകൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വായന ഇനിയും വേണം. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എൻ്റെ ഈ ഡിസ്കഷനിൽ ഞാൻ പല പാട്ടുകളെ കുറിച്ചും ചോദിച്ചിട്ടുള്ളത്. മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാർ ക്ഷമിക്കണം. ഒന്നുമില്ല. അല്ല, വിജനീഷോട് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. എൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഉണ്ട്, എല്ലാം കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഈ പാട്ടുകളെക്കുറിച്ച് ഇത്ര വിശദമായി സംസാരിക്കുന്ന ഈ അഭിമുഖത്തിലാണ്. താങ്ക്സ് ഉണ്ട് സാറേ. വീണ്ടും നമുക്ക് ഒരു വട്ടം കൂടെ കാണാം. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു. ശരി.